പടം നല്ല പടം, നല്ല പടം, സൂപ്പറായിരുന്നു, കണ്ടിരിക്കാം. വളരെ നല്ലൊരു സിനിമയാണ്. എല്ലാ യുവാക്കളും കണ്ടിരിക്കേണ്ട മാതൃകാപരമായിട്ടുള്ളൊരു സിനിമയാണ്. എടുത്തു പറയേണ്ടത് ധ്യാനിൻ്റെ അഭിനയം, മുകേഷ് ഏട്ടൻ്റെ അഭിനയം, ജോൺ വിജയ്, എൻ്റെ നല്ല പേര് ജോണി ആന്റണിയുടെ പേര്, വളരെ നല്ല അഭിനയം. എന്തുകൊണ്ടും കണ്ടിരിക്കാവുന്നതാണ്. ഒരു പെട്ടെന്ന് തന്നെ വന്ന് കാണുക. നല്ലൊരു പടമാണ്. ഈ ഒരു സമയത്ത് മലയാള സിനിമയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സിനിമ. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ധ്യാൻ പടം കുഴപ്പമില്ല. ഒരു ഫൺ ടൈം പാസ് മൂവി പോലെ കാണാം. കുറച്ച് മൂവി നമ്മുടെ ഈ പറഞ്ഞ റിയൽ ലൈഫ് ഇവൻ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ധ്യാൻ്റെയും നമ്മുടെ ഇവൻ്റെ മുകേഷിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സിലെ സുരേഷ് കൃഷ്ണൻ നല്ല രസമുണ്ടായിരുന്നു. പുള്ളി ഒരു നൈസ് വൈബായിരുന്നു. അത്യാവശ്യം സിനിമാറ്റോഗ്രാഫി നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ വൺ ടൈം വാച്ചപ്പോഴായിട്ട് കണ്ടിരിക്കാൻ മൂവി. കോമഡീസ് കുറച്ചൊക്കെ വർക്കൗട്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ പടം കുഴപ്പമില്ല, നമുക്ക് ഫാമിലിയായിട്ട് കണ്ടിരിക്കാവുന്ന പടം തന്നെയാണ്. ക്യാമറ വർക്കും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കോമഡിയാണ്. ധ്യാൻ ശ്രീനിവാസനും മുകേഷ് അവർ തമ്മിലുള്ളൊരു കോംബോ ആയിട്ട് വരുന്നൊരു സിനിമയാണ്. ഒരു ഗോൾഡുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിൽ. ഓൾമോസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെയും ആ ഒരു തീമിലാണ് സിനിമ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഫാമിലി ഓഡിയൻസിനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പൊതുവേ നമ്മൾ ധ്യാൻ്റെ സിനിമ എന്ന് പറയുമ്പം അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മേക്കിംഗ് ത്രൂ അത്ര മോശമല്ല. പിന്നെ മുകേഷ് ഏട്ടൻ്റെ കുറേ നാളിന് ശേഷമുള്ള വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള കുറേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഹ്യൂമറസ് ആയിട്ടുള്ള ആക്ടിങ്. ജോണി ആൻ്റണി, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വില്ലൻ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മികച്ച പ്രകടനം വില്ലൻ്റെ. അത് ശരിക്കും നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയായിട്ട് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും.